ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്ന് നല്ലൊരു സദ്യ സാമ്പാർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കേരളീയർക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷനൊന്നും വേണ്ടാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ നേരിട്ട് റെസിപ്പിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വെക്കണം. പരിപ്പ് വേവിക്കാൻ വെക്കുന്നേരം ആദ്യം തന്നെ ഉപ്പിടരുത് കേട്ടോ. ഉപ്പിട്ടതിനാൽ പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം കൂടും. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിയും മുരിങ്ങക്കായും ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സദ്യയ്ക്ക് വേണ്ടി പച്ചക്കറികൾ അരിയുന്നേരം അതിൻ്റെ കട്ടിങ്ങിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സാമ്പാറിന് വേണ്ടി അരിയുന്നേരം നമ്മൾ വലിയ വലിയ ക്യൂബ്സ് ആയിട്ട് വേണം പച്ചക്കറികൾ അരിയാൻ, ചെറുതാക്കി അരിയരുത്. ശേഷം സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളവും ചേർത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്ത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളും 2 പച്ചമുളക് നെടുകെ കീറിയതും ആവശ്യത്തിന് ഉപ്പും പച്ചക്കറി മുങ്ങത്തക്ക വെള്ളവും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് അടുപ്പിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെക്കാം. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്ത് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ വെന്തുടഞ്ഞു പോകും. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് പുളിവെള്ളവും ഒരു മീഡിയം സൈസ് തക്കാളി ക്യൂബ്സായി അരിഞ്ഞതും ചേർത്ത് സ്റ്റൗ ഓണാക്കി അടുപ്പിലേക്ക് വെക്കാം. വഴുതനങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് കേട്ടോ ചേർക്കേണ്ടത്. ആദ്യം തന്നെ പച്ചക്കറികൾ വേവുന്ന കൂട്ടത്തിൽ ചേർക്കരുത്. ഇനി നമുക്ക് വെണ്ടക്ക ഒന്ന് സോട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് ഒരു 7 വെണ്ടക്ക നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറിയും പരിപ്പ് കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേ പാനിലേക്ക് ഫ്ലെയിം വളരെ ലോയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. പൊടികൾ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ പാനിലെ ചൂടിൽ തന്നെ ഒന്ന് വറുത്തെടുത്ത് നമുക്കിത് പച്ചക്കറി പരിപ്പ് കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സാമ്പാർ നല്ല പോലെ തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ചേർത്ത പൊടികളും പുളിയൊക്കെ നല്ല പോലെ തിളച്ച് നമ്മുടെ പച്ചക്കറികളൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് റെഡി ആയി കിട്ടും. അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരിക്കലും അടച്ച് വെച്ച് തിളപ്പിക്കരുത് കേട്ടോ. തുറന്ന് വെച്ച് തന്നെ തിളപ്പിക്കുക. അടച്ച് വെച്ച് തിളപ്പിക്കുന്നേരം പച്ചക്കറികൾ വീണ്ടും കുക്കായി ഉടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പും പുളിയും എരിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 5-6 കായ്മുളകും കുറച്ച് നല്ലപോലെ ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് ഇളക്കി ഒന്നും ചെയ്യാതെ അടച്ച് വെച്ച് ഒരു മിനിമം 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമ്മൾ ചേർത്ത താളിപ്പിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സ് സാമ്പാറിലേക്ക് ലോക്കാവാൻ വേണ്ടിയിട്ടാണിത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സദ്യ സാമ്പാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് മെല്ലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ല റെസിപ്പിയും വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.